എന്തുകൊണ്ട് 40,000 രൂപ ഒരു MBBS ഡോക്ടർക്ക് ബേസിക് സാലറി ആവുന്നില്ല? നമ്മൾ ഈ കാണുന്ന ഡോക്ടേഴ്സ് ഒക്കെ കടന്നു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ +2 സയൻസ് കഴിഞ്ഞ് മിനിമം 1-2 വർഷം എൻട്രൻസിന് പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പോൾ 17 വയസ്സിൽ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് 1-2 വർഷം 3 വർഷം വരെ നീറ്റിന്റെ പ്രിപ്പറേഷൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഓൺ ആവറേജ് ഒരു 20ാമത്തെ വയസ്സിലായിരിക്കും ഒരു സ്റ്റുഡന്റ് MBBSന് അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ വരുന്നത് 6 വർഷത്തെ ഒരു ലോങ് ജേർണിയാണ്. ഈ 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരൊരു ഡോക്ടറായിട്ട് പുറത്തിറങ്ങുന്നത്. 6 വർഷം കഴിയുമ്പോൾ ആ ഒരു സ്റ്റുഡന്റിന്റെ ഏജ് വരുന്നത് 26 വയസ്സാണ്. അപ്പോൾ 26 വയസ്സ് കഴിഞ്ഞ് അവരൊരു ജോലിക്ക് ഇന്റർവ്യൂ കയറി ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ 27-28 വയസ്സിലാണ് ഒരു MBBS ഡോക്ടർക്ക് ആദ്യത്തെ സാലറി കിട്ടുന്നത്. ഓരോ നീറ്റ് കോച്ചിങ് സെന്ററിലും ഇന്ന് ലക്ഷങ്ങൾ രൂപയാണ് ഓരോ സ്റ്റുഡൻസും പേ ചെയ്യുന്നത്. എന്നിട്ട് നീറ്റ് കിട്ടി ഒരു MBBS അഡ്മിഷൻ ഒരു ഗവൺമെന്റ് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 5 മുതൽ 6 ലക്ഷം രൂപ വരെയാണ് ഗവൺമെന്റ് ഫീസ് വരുന്നത്. എന്നാൽ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 75 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് പ്രൈവറ്റ് സെക്ടറിൽ MBBS പഠിക്കാൻ വേണ്ടി വരുന്നത്. ഇനി അതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി NRI കോട്ടയൊക്കെ ആണെങ്കിൽ 1.5 മുതൽ 2 കോടി രൂപ വരെ വരും. ഇത്രയും പൈസ ചെലവഴിച്ച് ഒരു MBBS ഡോക്ടർ ആയി കഴിഞ്ഞിട്ട് 26, 27, 28 വയസ്സിലാണ് അവരൊരു ജോലിക്ക് കയറുന്നത്. ഇനി നിങ്ങൾ പറ, 40,000 രൂപ MBBS ഡോക്ടർക്ക് ഒരു ബേസിക് സാലറി ആണോ?